ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാസ് കിച്ചൻ. കേക്ക് ഡെക്കറേഷനായിട്ട് ചോക്ലേറ്റ് കൊണ്ട് നമ്മൾ പല വിധത്തിലുള്ള ഡിസൈനും അതിന് മുകളിൽ വെക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഒരു ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു പാനിൽ വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ ഒരു ബൗൾ ഇറക്കി വെച്ച് ഒരു 1/2 കപ്പ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ഇനി ഇതൊരു സ്പൂൺ വെച്ച് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാൻ. ലോ ഫ്ലെയിമിലിട്ട് വേണം മെൽറ്റാക്കി എടുക്കാൻ. അപ്പോൾ ഇതങ്ങനെ പതുക്കെ മെൽറ്റായിട്ട് വരട്ടെ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇനി ഇത് നന്നായിട്ട് മെൽറ്റായ ശേഷം ബൗള് പുറത്തേക്ക് എടുക്കണം. അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതൊരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒരു പാകത്തിന് ലൂസായി കിട്ടും. ഇനി കുറച്ച് ഇലകൾ എടുത്തിട്ടുണ്ട്. ഒരു സ്പൂണിൽ ചോക്ലേറ്റ് എടുത്ത് ഇലയുടെ മുകളിൽ ഇട്ടുകൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് പ്ലേറ്റിൽ വെച്ച് ചെയ്യാൻ പ്രയാസമാണെങ്കിൽ കയ്യിൽ വെച്ച് ചെയ്താൽ മതി. അപ്പോൾ ഒന്നുകൂടി ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നന്നായിട്ട് തന്നെ എല്ലായിടത്തും വരത്തക്ക വിധത്തിൽ കവർ ചെയ്തെടുക്കണം. 5 ലീഫാണ് ഞാൻ ഫ്ലവർ തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 5ാമത്തെ ലീഫും ചോക്ലേറ്റ് കൊണ്ട് കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യട്ടെ. അപ്പോഴേക്കും നമുക്ക് 2 ഹേർട്ട് ഷേപ്പ് കൂടി കവർ ചെയ്തെടുക്കണം. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ കനം കുറഞ്ഞൊരു ബോർഡായിരുന്നു. ഇത് ഞാൻ ഹേർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതിലും കൂടി ചോക്ലേറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഒരു 5 മിനിറ്റിന് ശേഷം നന്നായിട്ട് സെറ്റായിട്ടുണ്ടാവും. ഇനി ഇത് പുറത്തെടുത്ത് പതുക്കെ ശ്രദ്ധയോടെ അടർത്തി മാറ്റിയെടുക്കണം. ഇലയുടെ അറ്റം വളരെ ശ്രദ്ധയോടെ വേണം എടുത്തു മാറ്റാനായിട്ട്, അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ഫ്ലവറിൻ്റെ ഒരു ഭംഗി നഷ്ടമാവും. അപ്പോൾ നമ്മുടെ ഏകദേശം ലീഫെല്ലാം അടർത്തി മാറ്റി എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഡിസൈനെല്ലാം നല്ല രീതിയിൽ തന്നെ കാണുന്നുണ്ട്. ഇത് മുമ്പേ തന്നെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ഇതുപോലൊരു പാത്രത്തിലിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. പിന്നീട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതിയല്ലോ. ഗ്ലാസിൻ്റെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിൽ ഒരു കഷ്ണം ബട്ടർ പേപ്പറും വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ ലീഫായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ 5 ലീഫും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഹോളിലേക്ക് ബാക്കി വന്ന ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഹോൾസ് എല്ലാം നന്നായിട്ട് കവർ ചെയ്യുന്ന വിധത്തിൽ നമ്മൾ സ്പൂൺ വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് എടുക്കണം. അപ്പോൾ 5 മിനിറ്റിന് ശേഷം പുറത്തെടുത്തതാണ്. ഇത് ബട്ടർ പേപ്പറിൽ നിന്നും അടർത്തി മാറ്റണം. പതുക്കെ ശ്രദ്ധയോടെ വേണം അടർത്തി മാറ്റാനായിട്ട്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കൊണ്ടുള്ള ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് അറിയിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. താങ്ക് യു.